നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈക്കം കാട്ടിക്കുന്നിൽ ചെമ്പ് ഗ്രാമപഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ട് പൊളിച്ചു നീക്കാൻ നോട്ടീസ്. തീരദേശ പരിപാലന നിയമങ്ങൾ പാലിക്കാതെ കെട്ടിട നിർമ്മാണ പ്രവർത്തനം നടത്തിയ പുള്ളോക്കാരൻ ലേക്ക് റിസോർട്ടിനാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു. കോൺഗ്രസ് വയനാട്ടിൽ വീട് വയ്ക്കുന്നതിനായി പിരിച്ച പണം മറ്റു പലതിനും ഉപയോഗിച്ചുവെന്ന് ലോപ്പസ് മാത്യു. ചിക്കൻ ഫ്രൈയെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിൽ. ഏറ്റുമാനൂരിൽ ഭക്ഷണം കഴിക്കാനെത്തിയയാൾക്ക് ഹോട്ടൽ ജീവനക്കാരന്റെ മർദ്ദനത്തിൽ പരിക്ക്. ഏറ്റുമാനൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലാണ് സംഭവം. ഭക്ഷണം കഴിക്കാനെത്തിയ തിരുവഞ്ചൂർ സ്വദേശി നിധിനാണ് പരിക്കേറ്റത്. വൈക്കം കാട്ടിക്കുന്നിൽ ചെമ്പ് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ ചെമ്പ് വില്ലേജിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ട് പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം. പുള്ളോക്കാരൻ ലേക്ക് റിസോർട്ട് തീരദേശ പരിപാലന നിയമങ്ങൾ പാലിക്കാതെ കെട്ടിട നിർമ്മാണ പ്രവർത്തനം നടത്തിയതായി കാണിച്ച് റിസോർട്ട് ഉടമയ്ക്ക് നോട്ടീസ് അയച്ചു. റിസോർട്ട് ഉടമയായ റയാമോൾ ജോർജിനാണ് ചെമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ നോട്ടീസ്. 7 ദിവസത്തിനുള്ളിൽ റിസോർട്ട് പൊളിച്ചു നീക്കണമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വയനാട്ടിൽ വീട് വയ്ക്കുന്നതിനായി പിരിച്ച പണം മറ്റ് പലതിനും ഉപയോഗിച്ചുവെന്ന് LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു. KTUCM തിടനാട് മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ലോപ്പസ് മാത്യു. അവിടെ വീട് വെക്കാനാണെന്ന് പറയും കാശ് അടിച്ചു മാറ്റുന്ന ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് MLA അയാളെ പരസ്യമായി നമ്മളോട് കളിപ്പിക്കാൻ വേണ്ടി സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്നു. അയാളെ പിന്നെ രഹസ്യമായിട്ട് സ്വീകരിക്കുന്നു, അയാളെ ഉൾക്കൊള്ളുന്നു. KPC പ്രസിഡന്റും കൺവീനറും എല്ലാം പറയുക അയാളെ ഞങ്ങൾ സംരക്ഷിക്കും. എന്തിനെതിരെ പുറത്താക്കിയ? അപ്പൊ ഇങ്ങനെ ഇടത്താമ കാണിക്കുന്നത് യാതൊരു വിശ്വാസമില്ലാതെ സത്സന്ധമല്ലാതെ മനുഷ്യനെ പറ്റിക്കുന്ന ഏർപ്പാടുകളുള്ള കോൺഗ്രസും UDF ആണോ ഈ തെരഞ്ഞെടുപ്പ് ഇനി ജയിക്കാൻ പോകുന്നത്? ഇനി ലീഗുകാർ വേറെ കൂട്ടറ ലീഗുകാർ അവർ ചെയ്തെന്താ? അവരിതുപോലെ കൂട്ടികളെ പിടിച്ചിട്ട് ഇല്ലാത്ത വില കൊടുത്ത സ്ഥലം മേടിക്കുക. കുഞ്ഞാനിക്കൂടെ സ്വന്തക്കാരുടെ സ്ഥലം മേടിക്കുന്നത് 10-15 സെന്റ് വിലയുള്ളത് ലക്ഷം കൊടുത്ത് മേടിക്കുക. ഈ പിടിച്ച കാശില്ല. ഇവിടെ വീട് പണിയാൻ വേണ്ടി അവിടുത്തെ UDFന്റെ പഞ്ചായത്തിന്റെ സ്റ്റോറിന് കൊടുത്ത് പണിയാൻ പറ്റിയ സ്ഥലമല്ല, പട്ടമില്ലാത്ത സ്ഥലമാണ്. ഇങ്ങനെ കളിപ്പീര് നടത്തുന്ന ഒരു UDF, ഒരു മുന്നണി, ഒരു കോൺഗ്രസ്, ഒരു മുസ്ലിം ലീഗ് അവർ ഇനി 10 കൊല്ലം പിണറായി ഭരിച്ചാൽ നിങ്ങൾ ഭരിക്കാൻ സാധിക്കുമെന്ന് നടക്കുക. ഞാനിത് പറയുന്നത് വളരെ വലുപ്പമാണ്. നിങ്ങൾ ഈ പഞ്ചായത്തിലെ UDFകാർ ആരെങ്കിലും ഇനി UDFന് ആരെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരോട് പറയണം, നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്, നിങ്ങൾ ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കരുത്. യുവമാരെ ഇപ്പോൾ ഭരണത്തിലില്ലാതെ പ്രതിപക്ഷത്തിരുന്ന് ഈ പണിയെ കാണിക്കുന്നെങ്കിൽ പിരിവും വൃത്തികളുമാണെങ്കിൽ അവരെ ഭരണപക്ഷത്തുള്ള അവസ്ഥ എന്തായിരിക്കും കോൺഗ്രസ് ലീഗുകാരനൊക്കെ? അതേസമയം ഇവിടെ ഇപ്പുറത്തെ എന്താ സംഭവിക്കുന്നത്? എവിടെയും ഗവൺമെന്റ് നിലയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നു. DYFI എത്രയാ 20 കോടി രൂപ അവര് എന്താ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ നടത്തി, വോട്ടുപാടി നടത്തി 20 കോടി രൂപ ഉണ്ടാക്കി 100 വീട് വെക്കുക. ഗവൺമെന്റ് വെക്കുന്ന വേറെ. അപ്പൊ ഏറ്റവും മാതൃകമായ പ്രവർത്തനം ഇടതുപക്ഷവും അതിലെ ഘടകകക്ഷികളും ചെയ്യുമ്പോൾ ഏറ്റവും മോശമായ പ്രവർത്തനം UDF ചെയ്യുകയാണ്. ചിക്കൻ ഫ്രൈയെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിൽ. ഭക്ഷണം കഴിക്കാനെത്തിയ ആൾക്ക് ഹോട്ടൽ ജീവനക്കാരൻ്റെ മർദ്ദനത്തിൽ പരിക്ക്. ഏറ്റുമാനൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലാണ് സംഭവം. ശനിയാഴ്ച രാത്രി ഭക്ഷണം കഴിക്കാനെത്തിയ തിരുവഞ്ചൂർ സ്വദേശിയും ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ജീവനക്കാരനുമായ നിധിനാണ് കയ്യാങ്കളിയിൽ പരിക്കേറ്റത്. ആശുപത്രിയിൽ ചികിത്സ തേടി. ശനിയാഴ്ച വൈകിട്ട് ഹോട്ടലിലെത്തിയ നിധിൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ് ആവശ്യപ്പെട്ടത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഓർഡർ എടുത്തത്. ചിക്കൻ ചെസ്റ്റ് പീസ് വേണമെന്ന് നിധിൻ ജീവനക്കാരനോട് പ്രത്യേകം പറയുകയും ചെയ്തു. എന്നാൽ കൊണ്ടുവന്നത് വിങ്സ് പീസ് ആയിരുന്നു. ഇത് മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ടതോടെയാണ് തർക്കമുണ്ടായത്. വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്നായിരുന്നു ജീവനക്കാരൻ്റെ മറുപടിയെന്നും ഇയാളുടെ സംസാര രീതി ചോദ്യം ചെയ്തതിൽ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും നിധിൻ പറയുന്നു. മർദ്ദനത്തിൽ നിധിൻ്റെ നെറ്റിയിൽ മുറിവേറ്റു. സംഭവത്തിന് ശേഷം ജീവനക്കാരൻ കടന്നുകളഞ്ഞെന്നും നിധിൻ പറയുന്നു. പഴയരിക്കണ്ടം പട്ടയ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടയ അവകാശ കൺവെൻഷൻ നടന്നു. പഴയരിക്കണ്ടം മലങ്കര കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ പട്ടയ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ബൈജു എഴുത്തുപള്ളി അധ്യക്ഷത വഹിച്ചു. അതിജീവന പോരാട്ടവേദി നേതാവ് ജോണി കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി മുൻ തഹസിൽദാർ വിൻസെന്റ് ജോസഫ് മുൻകാല പട്ടയ നടപടിയെക്കുറിച്ച് വിശദീകരിച്ചു. ആശംസ അറിയിച്ച് പഴയരിക്കണ്ടം
സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ജോസ് പ്ലാച്ചിക്കൽ, മലങ്കര കത്തോലിക്ക പള്ളി വികാരി ജെറിൻ, അഡ്വക്കേറ്റ് ജോമോൻ ചാക്കോ, ജോസഫ് അനുഗ്രഹ, ടോമിച്ചൻ കോലത്ത്, രക്ഷാധികാരി ഗോപി പുരയിടം എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ മത സാമൂഹ്യ രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നില്ല. എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മളെല്ലാം കയ്യേറ്റത്തിന്റെ കുറ്റബോധത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാ. നമ്മളെല്ലാം കയ്യേറ്റത്തിന്റെ കുറ്റബോധത്തിൽ ഇങ്ങനെ കിടക്കുക. എന്താ ഈ കയ്യേറ്റം? ഞാന് ബൈജു അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെ ബൈജു അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിലേക്ക് കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ, കയ്യേറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നിയമം മൂലം ബൈജു അദ്ദേഹത്തിന്റെ പൊസഷനിലുള്ള ഡിമാർക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ പൊസഷനിലേക്ക് കൊടുത്തിരിക്കുന്ന വസ്തുവിലേക്ക് ഞാൻ ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് കയറുന്നതാണ്. എന്താ? വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സ്നേഹധാര 2025 നടത്തി. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പാലിയേറ്റീവ് കുടുംബസംഗമം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ആൽബർട്ട് ജെ തോട്ടുപാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന പാലിയേറ്റീവ് അംഗത്തെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ആശംസയറിയിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ സിബി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ചാക്കോ, ആലീസ് ജോസ്, എലിയാമ ജോയ്, രാജു കല്ലറയ്ക്കൽ, പ്രഭാ തങ്കച്ചൻ, സെലീൻ VM, നിമ്മി ജയൻ, വിൻസെന്റ് വള്ളാടി, ടിൻഡു സുഭാഷ് എന്നിവർ സംസാരിച്ചു. മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ആരോഗ്യമേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്നത്. അതിൽ പാലിയേറ്റീവ് രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സാമ്പത്തിക വിതരണത്തിന് കൊടുക്കുന്ന മാതൃകകൾ വലിയ തോതിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. കേരള കോൺഗ്രസ് എം പാറത്തോട് മണ്ഡലം കൺവെൻഷൻ ഒക്ടോബർ 2 ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിൽ നടക്കും. 3 മണിക്ക് പാറത്തോട് ടൗണിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തോടനുബന്ധിച്ച് നടക്കുന്ന യോഗത്തിൽ പാറത്തോട് മണ്ഡലം പ്രസിഡന്റ് KJ തോമസ് അധ്യക്ഷത വഹിക്കും. കൺവെൻഷൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മുഖ്യ പ്രഭാഷണം നടത്തും. ആദ്യകാല പാർട്ടി അംഗങ്ങളെയും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ആദരിക്കും. കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഭൂപതിവ് ചട്ടത്തിൽ ഭേദഗതി വരുത്തുവാനും വന്യജീവികളിൽ നിന്നും മനുഷ്യർക്ക് സംരക്ഷണം നൽകാൻ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനും നേതൃത്വം നൽകിയ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MPയെ പാറത്തോട് മണ്ഡലം കമ്മിറ്റി ആദരിക്കും. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി അഗസ്തി, പൂഞ്ഞാർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ജില്ലാ സെക്രട്ടറി ജോണിക്കുട്ടി മഠത്തിനകം, നിയോജകമണ്ഡലം സെക്രട്ടറി ഡയസ് കോക്കാട്ട്, മണ്ഡലം സെക്രട്ടറിമാരായ സിബി ശൗര്യാങ്കുഴി, അരുൺ ജോസഫ്, മാത്യൂസ് കൊച്ചുപുരയ്ക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ്, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് സിജോ മോളോപ്പറമ്പിൽ, കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് വെട്ടത്ത്, യൂത്ത് ഫ്രണ്ട് നിയോജകമണ്ഡലം സെക്രട്ടറി തോമസ് ചെമ്മരപ്പള്ളിൽ, KTUC മണ്ഡലം പ്രസിഡന്റ് വിജയൻ, വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജിമോൾ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗം KP സുജീലൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് KJ തോമസ് കട്ടയ്ക്കൽ, പൂഞ്ഞാർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, മണ്ഡലം സെക്രട്ടറിമാരായ ഡയസ് കോക്കാട്ട്, KP സുജീലൻ, യൂത്ത് ഫ്രണ്ട് M നിയോജകമണ്ഡലം സെക്രട്ടറി തോമസ് ചെമ്മരപ്പള്ളി എന്നിവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം പാറത്തോട് മണ്ഡലം കൺവെൻഷനും പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MPക്ക് സ്വീകരണം നൽകുന്ന പ്രോഗ്രാം ഒക്ടോബർ മാസം 2 3:30 ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെടും. കൺവെൻഷനോട് അനുബന്ധിച്ച് ചെയ്യുന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് തോമസ് കട്ടയ്ക്കൽ അധ്യക്ഷത വഹിക്കുന്നതും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്. യോഗത്തിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ്. ആദ്യകാല പാർട്ടി അംഗങ്ങളെയും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കും. കർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുന്നതിനായി സർക്കാർ സ്വാധീനം ചെലുത്തി ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുവാനും
വന്യജീവികളിൽ നിന്നും മനുഷ്യർക്ക് സംരക്ഷണം നൽകാനും നിയമനിർമ്മാണങ്ങൾ നടത്തുവാനും നേതൃത്വം നൽകിയ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MPയെ പാറത്തോട് മണ്ഡലം കമ്മിറ്റി സ്വീകരിക്കും. കൂത്താട്ടുകുളം നഗരസഭാ ഡിവിഷൻ 11 MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിച്ച പുത്തൻകുടിലിൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കലാരാജു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG സുനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ, CA തങ്കച്ചൻ, ബോബൻ വർഗീസ്, PC ഭാസ്കരൻ, സിബി കൊട്ടാരം, ജിജോ ടി ബേബി, റോയ് ഇരട്ടയാനി, ലിസി ജോസ്, സാറ TS, VJ ശശീന്ദ്രൻ, റെജി ജോൺ, MA ഷാജി, NK ചാക്കോച്ചൻ എന്നിവർ പങ്കെടുത്തു. അങ്ങനെ നാടിൻ്റെ വലിയ ഒരു കൂട്ടായ്മയും കൈത്താങ്ങും കൂടി ഈ പദ്ധതിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നത് ഏറെ സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്ഥലം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണത്. അപ്പോൾ സ്ഥലം നമുക്ക് കിട്ടുക എന്നുള്ളത് ആ ഒരു ഘടകം ഇവിടെ നിന്ന് തന്നെ നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫണ്ട് കൂടുതൽ പ്രസക്തമായ നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെ ജനങ്ങളുടെയും കൂടി സഹകരണത്തോടെ ആരംഭിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി എന്നൊരു പ്രത്യേകതയും തീർച്ചയായിട്ടും ഇന്നിവിടെ ഉണ്ട് എന്നതാണ് ഏറെ അഭിമാനത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. നമുക്ക് കുടിവെള്ള പദ്ധതികൾക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ കൊണ്ടുവരിക എന്ന ആവശ്യമാണ്. ഞാനത് കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ നിലയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പരമാവധി തുകകൾ അതിന് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഏത് പ്രദേശത്തു നിന്നാണെങ്കിലും, കാരണം കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് വേറെ എന്തുണ്ടെന്ന് പറഞ്ഞാലും ശുദ്ധജലം കുടിക്കാൻ അനിവാര്യമായ ഒന്നാണ്. നമ്മുടെ ജലജീവൻ അമൃത് പദ്ധതികൾ വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയെങ്കിൽ പോലും അത് വേണ്ടത്ര നിലയിൽ അതിൻ്റെ പുരോഗതി കേരളത്തിലൊന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ തന്നെ നിയമസഭയിൽ പലപ്പോഴും ഇത് ഉന്നയിച്ചതാണ്. ജലജീവൻ മിഷൻ പദ്ധതിയോടെ 2025 കേരളത്തിലെ എല്ലാ ഗ്രാമമേഖലകളിലും കുടിവെള്ളം എത്തിക്കുക എന്നതായിരുന്നു ഗവൺമെൻറ് ലക്ഷ്യമിട്ടത്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ നല്ലൊരു പങ്ക് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം വിവിധ ഘട്ടങ്ങളിലൂടെ നീങ്ങി. ആവശ്യങ്ങൾക്ക് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കുടിവെള്ളം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു. റോഡിൻ്റെ കാര്യം നമ്മൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ചെറിയുടെ കാര്യം, അതിൻ്റെ നവീകരണം നമ്മൾ പൂർത്തീകരിച്ചു. സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ട്രീറ്റ് മെയിൻ ലൈൻ വലിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി അത് പൂർത്തിയാക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കിടയിൽ ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനമെങ്കിലും ഞങ്ങളുടെ കാലാവധി തീരുന്നതിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ എന്ത് സാഹചര്യം കൊണ്ടാണ് നമ്മളുടെ ഈ റോഡിലൊക്കെ കുഴി ഉണ്ടായെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു നാടകം പോലെ കുറച്ച് ആളുകൾ വന്നിച്ച്, രാഷ്ട്രീയത്തിൻ്റെ ABCD പോലും അറിയാൻ പറ്റാത്ത ആളുകൾ വന്നിച്ച് അത് കുഴി അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തത്രപ്പാടും എന്തിനൊക്കെയോ വേണ്ടി എന്താ പറയുന്നത്, അതിന് എനിക്ക് പറയാൻ വാക്കുകളില്ല. നമ്മൾ കണ്ടു നമ്മുടെ മുൻപിൽ കൂടെ കാണിക്കുന്ന ഓരോ അഭിപ്രായങ്ങൾ. നമ്മുടെ MLA MP നമുക്ക് ആവശ്യത്തിന്, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ഞാൻ കണ്ടു ഒരു MLA അല്ലെ ഒരു MP നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളോടൊപ്പം നിന്ന് അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾക്കത് ചെയ്തു തരാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്കറിയാം. പത്തനംതിട്ടയിൽ നടന്ന സൗത്ത് സോൺ സ്കൂൾ കരാട്ടെ ടൂർണമെൻറ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പാല മുറിഞ്ഞാറ ഷോറിൻ റിയോ ജപ്പാൻ കരാട്ടെ അക്കാദമിയായ SRJKയിലെ വിദ്യാർത്ഥികളുടെ അനുമോദന ചടങ്ങ് പാല MLA മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു. താരങ്ങളെ ആദരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് അജിത് കുമാർ CK അധ്യക്ഷത വഹിച്ചു. കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസിയ രാമൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ പ്രിൻസ് അഗസ്റ്റിൻ, പ്രേമ കൃഷ്ണസ്വാമി, ക്ഷീര കർഷക സംഘടനാ സെക്രട്ടറി നിഷാകുമാരി PB, ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനോദ് ചെറിയാൻ വേർനാനി, BJP ജില്ലാ ഉപാധ്യക്ഷൻ സജി S തേക്കൽ, അതുൽ വിജയ് അജിത്, ദിയാമരിയ ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി ബിനുമോൻ NRന്റെ കീഴിലാണ് കുട്ടികൾ പരിശീലനം നേടിയത്. സ്പോർട്സ് വലിയൊരു സംഭവം തന്നെയാണ്. ഞാനും പഴയൊരു സ്പോർട്സുകാരനായിരുന്നു. ആ സ്പോർട്സിൻ്റെ കാലഘട്ടത്തിൽ നിന്നും ആളുകൾ വിട്ടുപോയതാണ്. പലപ്പോഴും ഇന്ന് കുട്ടികൾ ലഹരി കടിമയായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ തീർച്ചയായും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം.
ഇതിന് മുൻകൈ എടുത്ത മുഴുവൻ പേരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. വിജയികളായി വന്ന എല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ. കൂടുതൽ ഉയരങ്ങളിലേക്ക് ബ്ലാക്ക് ബെൽറ്റും മേളിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. രണ്ട് ഗുഡ് ഫസ്റ്റും ഒരു തേർഡ് സെക്കൻഡും ഒരു തേർഡ് രണ്ട് സെക്കൻഡും ഒരു ഫസ്റ്റ് 3 ഗോളാണ് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു തേർഡുമാണ് ലഭിച്ചിരിക്കുന്നത്. എല്ലാവരും കൈയടിക്കട്ടെ. ഫസ്റ്റും ഒരു തേർഡും ഒരു സെക്കൻഡുമാണ്. ഭിന്നശേഷി നേരിടുന്നവർക്കായി നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കലാമേള പരിമിതികൾ നേരിടുന്നവരുടെ സർഗാവിഷ്കാരത്തിനുള്ള വേദിയായി. നെടുങ്കുന്നം ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിലായിരുന്നു ശലഭോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമേള. ഭിന്നശേഷി നേരിടുന്നവരുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനാണ് നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചത്. നെടുങ്കുന്നം ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ശലഭോത്സവം എന്ന പേരിലായിരുന്നു കലാമേള. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ കലാമേള ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മാത്യു വർഗീസ്, ബീന വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രവി വി സോമൻ, ജോ ജോസഫ്, വീണ ബി നായർ, മേഴ്സി റെൻ, ബീന CJ, KN ശശീന്ദ്രൻ, DAWF പ്രസിഡന്റ് ലൗലി എബ്രഹാം, ICDS സൂപ്പർവൈസർ അനു മാത്യു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഭിന്നശേഷി നേരിടുന്നവർ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിനെ ഹൃദ്യമാക്കി. മനസ്സിനോ വല്ലാത്ത വികൃതി ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി.
തൊടുപുഴ കാർഷിക വികസന ബാങ്ക് തൊടുപുഴ താലൂക്കിലെ മികച്ച കർഷകനെ ആദരിച്ചു. ബാങ്കിൻ്റെ 26ാമത് വാർഷിക പൊതുയോഗത്തിൻ്റെ ഭാഗമായാണ് ആദരവ് സംഘടിപ്പിച്ചത്. അതോടൊപ്പം ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവർക്ക് ക്യാഷ് അവാർഡും മെമൻറ്റോയും ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് എല്ലാ മാസവും കൃത്യമായി വായ്പാ തുക തിരിച്ചടച്ച അംഗങ്ങൾക്കുള്ള ഉപഹാരവും നൽകി. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത മികച്ച കർഷകനാണ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചത്. വണ്ണപ്പുറം പുളിക്കത്തൊട്ടി സ്വദേശി കൂനമ്പാറയിൽ പ്രിൻസൺ കെ സെബാസ്റ്റ്യനും ഭാര്യ അനുമോൾ കെ ബെന്നിയുമാണ് സമ്മാനത്തിന് അർഹനായത്. ബാങ്ക് പ്രസിഡന്റ് റോയ് കെ പൗലോസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് ഇടുക്കി റീജിയണൽ മാനേജർ ശിവകുമാർ KS, കോപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ യൂണിറ്റ് ഇൻസ്പെക്ടർ അജിത് രാജ്മോഹനൻ, ബാങ്ക് ഡയറക്ടർമാരായ ഷിബിലി സാഹിബ്, KM സലീം, PN സീതി, രാജേഷ് K, ഇന്ദു സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ക്ഷീണം അത് ചെറുതല്ല, നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ തൊടുപുഴ ഈ താലൂക്കാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. ഇവിടെ റബ്ബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അതാണ് ഏത് കുടുംബത്തിൻ്റെയും ഒരു നിലനിൽപ്പിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ മേഖലയിൽ റബ്ബറാണ്. റബ്ബറിനുണ്ടായ വളരെ വലിയ വിലത്തകർച്ച ഈ തൊടുപുഴയിലെ നമ്മുടെ ബാങ്കിനെ ബാധിച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടല്ല ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ 200-240 രൂപ വരെയൊക്കെ വില വന്ന റബ്ബറിന് ഇപ്പോൾ അല്പം കുറഞ്ഞിട്ട് കൂടി നിൽക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ഒരു 180-185 തലത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഈ റബ്ബറിന് വില കുറഞ്ഞതോടുകൂടി ഭൂമിയുടെ വില കുറഞ്ഞു പോയിട്ടുണ്ട്. പഴയതുപോലെ ഒരു 10 വർഷം മുമ്പ് നടന്നിരുന്ന പോലെയുള്ള ഭൂമി വസ്തു കച്ചവടം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു 1500 ആളുകൾ കുടിശ്ശികക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മഹാഭൂരിപക്ഷം ആളുകളുമൊക്കെ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലോൺ എടുത്തിട്ട് കുടിശ്ശികയായി കഴിഞ്ഞാൽ ഒന്നുകിൽ പണയപ്പെടുത്തിയിരിക്കുന്ന വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമോ അല്ലാന്നുണ്ടെങ്കിൽ പണയപ്പെടുത്താത്ത ബാക്കിയുള്ള വസ്തുവിൻ്റെ ഏതെങ്കിലും ഭാഗമൊക്കെയോ 10-20 സെൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ബാധ്യത തീർക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്നും നടക്കാൻ പറ്റാത്ത കാലമാണ്. ഇപ്പോൾ പലയിടത്തും നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ വർഷങ്ങളായി കുടിശ്ശിക കിടക്കുന്ന ലോണ് ഒരു കാരണവശാലും 8-10 വർഷമായിട്ട് പോലും ബാങ്കിലേക്ക് അവർ തിരിച്ചു കയറാത്ത അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതി വരുമ്പോൾ നമുക്ക് നടപടിയിലേക്ക് പോകാനേ പറ്റത്തുള്ളൂ. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം 397 നമ്പർ മല്ലപ്പള്ളി പുറമറ്റം ശാഖയുടെ കീഴിലുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവപ്രശ്ന പരിഹാര ക്രിയകൾ ഭക്തി നിർഭരമായി. തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ കുഴിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദേവപ്രശ്ന പരിഹാരക്രിയയുടെ 1ാം ഘട്ടത്തിന് ശേഷം 2ാം ഘട്ടമായി ഹോമപൂജകളാണ് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കുഴിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നത്. അഖണ്ഡ നാമജപം, മഹാഗണപതി ഹോമം, സർപ്പശാപ നിവൃത്യാർത്ഥം, പാൽപായസ ഹോമം, മഹാസുദർശന ഹോമം, വിഷ്ണുപൂജ, ഭഗവതി സേവ, ഗായത്രി ഹോമം, സായുജ്യ പൂജ, പിതൃക്കൾക്ക് മുന്നിൽ വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തം, പിതൃസായുജ്യം, ക്രിയാപൂർത്തി എന്നിവ 3 ദിവസങ്ങളിലായി നടന്നു. ഓം നമോ ഭഗവതേ മഹാസുദർശനായ വിത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ഹുംഫൽ ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ. ഓം ശ്രീ കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ വരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധാസ്ത്രശാസ്ത്രാണി സംഹരമഹരമത്യോർമോജയ മോജയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ വിത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ഹുംഫൽ ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ. ഓം ശ്രീ കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ വരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധാ. ഒക്ടോബർ 5 രാവിലെ 5:30 അത്ഭുത ശാന്തി ഹോമവും കാലുകഴുകിച്ചൂട്ടും ജലദ്രോണി പൂജയും നടക്കും. തുടർന്ന് ഖനനാദി സപ്തശുദ്ധി ക്രിയകൾക്ക് ശേഷം കർഷണവും നവധാന്യ വിതയ്ക്കലും ഉണ്ടായിരിക്കും. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കുറ്റിവയ്ക്കൽ നവംബർ 30-നാണ്. ആധാരശിലാസ്ഥാപനം ഡിസംബർ 5-നും നടക്കും. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് PR പ്രസന്നകുമാർ, സെക്രട്ടറി രാജീവ് കുമാർ PG, ട്രഷറർ സതീഷ് കുമാർ P, ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ, ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് KG മോഹനൻ നായർ, സെക്രട്ടറി GN കൃഷ്ണൻകുട്ടി നായർ, ട്രഷറർ സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിന്നിട്ടും ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഞങ്ങൾക്കിവിടെ അനുഭവപ്പെട്ടു.
ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണങ്ങളും ഈ ദേവപ്രശ്ന പരിഹാരക്രിയയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന 18ാമത് വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് ഇടുക്കി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് അധ്യക്ഷനായ ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡാരിച്ചൻ നീർണാകുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് മുഖ്യാതിഥിയായി. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെനിവി രാഘവൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ അശ്വതി VS തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജൂനിയർ സീനിയർ കോളേജ് തലത്തിൽ പ്രോജക്റ്റ് അവതരണം, ജൂനിയർ സീനിയർ വിഭാഗത്തിൽ പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിംഗ്, പുരയുടെ ജൈവ വൈവിധ്യ അവതരണ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നമുക്കറിയാം, ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം, ആ അവകാശത്തെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ അതിന്റെ ഏതിനും അധിപൻ ഞാനാണെന്ന വ്യാമോഹത്താൽ ഇന്ന് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ന് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയ പ്രാണി മുതൽ, നമുക്കൊരു ഉറുമ്പ് മുതൽ ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും വലിയ മൃഗം വരെ ഈ ഭൂമിയുടെ അവകാശികളാണ്. നമ്മൾ മരം വെട്ടുന്ന ചെറുമാൻ സൂചിപ്പിച്ചു, ഒരു മരം വെട്ടിയാൽ 1 അല്ല 100 മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് ഓക്സിജൻ നൽകുന്ന മരങ്ങൾ, കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്ന മരങ്ങൾ, അത് നശിച്ചു പോയാൽ നമുക്കറിയാം നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പോലും നിർവാഹമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് ഓർമ്മപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങൾക്കും ദൈവം സൃഷ്ടിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി. അപ്പൊ ഈ ഭൂമി ഈ രീതിയിൽ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്കും വരുവാൻ പോകുന്ന തലമുറയ്ക്കും ഇത് സംരക്ഷിച്ചു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ സ്വന്തം ലാഭത്തിന് വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി ഈ ഭൂമിയെ ഇന്ന് മറ്റ് എല്ലാ മേഖലയും നശിപ്പിക്കുന്ന പ്രവണത മനുഷ്യ സമൂഹത്തിൽ ഇന്ന് കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അടുത്ത തലമുറയിൽ ഈ രാജ്യത്തെ നയിക്കേണ്ടവരെ നാളെ എല്ലാമായി തീരേണ്ട കുട്ടികളിൽ തന്നെ ഈ അവബോധം വളർത്തിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന ഒരു വലിയ മുദ്രാവാക്യവും വലിയൊരു അവബോധവുമാണ് നിങ്ങൾക്ക് ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നൽകപ്പെടുന്നത്. കാരിക്കോട് നൈനാർ മഹല്ല് ജമാഅത്ത് മുനവിറുൽ ഇസ്ലാം മദ്രസയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. മദ്രസ PTA പ്രസിഡന്റ് മുഹമ്മദ് ജലീൽ PM അധ്യക്ഷത വഹിച്ചു. ഹിദായത്തുള്ള ഉസ്താദ് സ്വാഗതം പറഞ്ഞു. യുദ്ധവിരുദ്ധ റാലി ഹാഫിസ് നൗഫൽ കൗസരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് വൈസ് പ്രസിഡന്റ് PA നസീർ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഷൈഖ് മുഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി PS ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ആകാശത്തിന്റെ മേൽക്കൂരയ്ക്ക് താഴെ ഭൂമിയുടെ തുണിപ്പുറത്തിലൂടെ ഓടി നടക്കുന്നവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നഗ്നപാതരായി കൂർത്ത കൽച്ചീലുകൾക്കിടയിലൂടെ തലങ്ങും വിലങ്ങും നടക്കുന്നവരുള്ള നാട്. കരിമ്പട്ടിണിയുടെ കരാളഹസ്തങ്ങളിൽ അമർന്ന് എല്ലും പല്ലും തള്ളി ശുഷ്കിച്ച ചുകചുകപ്പിൽ പേരെഴുതുന്ന ലാഘവത്തോടുകൂടി അവർ ഉള്ള നാട്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള വേറെ എവിടെയും കാണാൻ സാധിക്കുകയില്ല. അതാണ് ഗസ, അതാണ് ഗസ, അതാണ് നമ്മുടെ ഖുദ്സിന്റെ നാടായ ഗസ. ഗസയെ എല്ലാവരും
അനുബറുൽ ഇസ്ലാം മദ്രസയുടെ ഈ പിഞ്ചുമക്കൾ ഇന്ന് ഈ പ്ലക്കാന്തി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇതൊരു സന്ദേശമാണ്. കിരാതമായ ഭരണകൂടം നടത്തുന്ന തേർവാഴ്ചകൾക്കെതിരെയാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മക്കൾ പ്ലകളുമേന്തി ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും ആ വേദനകളെ ഹൃദയത്തിലേക്ക് ഏറ്റിക്കൊണ്ടും ഹൃദയം കൊണ്ട് ഈ കിരാതമായ ആക്രമണങ്ങളെ വെറുത്തുകൊണ്ടും നമ്മളുടെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിശലിപ്പായ മെസ്സേജുകൾ അയക്കുന്ന, കമന്റുകൾ രേഖപ്പെടുത്തുന്ന ധാരാളം ആളുകൾ, കേരളത്തിൽ മലയാളികൾക്കിടയിൽ വിഭാഗീയതയെ ഉണ്ടാക്കി തീർക്കുന്നവർ, ഈ ആക്രമണത്തിന് ന്യായീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നവർ, അവരിലേക്ക് താക്കീതിന്റെ ഒരു സന്ദേശമാണ്, സ്നേഹത്തിന്റെ ഒരു സന്ദേശമാണ് ഈ കുഞ്ഞുമക്കൾ മുന്നോട്ട് വെക്കുന്നത്. അവർ പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.